ഷർട്ട് ഇന്റർനാഷണൽ ഇട്ടിട്ടൊന്ന് വാ. കണ്ടീഷനിലല്ലേ? ഇതാ ഇൻ എന്റെ ഫ്രണ്ട് ഏട്ടാ. ഷർട്ട് ഇട്ടിട്ടൊന്ന് വന്നേ. പെട്ടെന്ന് അതെ. വാ. അല്ല ഞങ്ങളിവിടെ പറയും ഇന്റർനാഷണൽ കണ്ടീഷനിലാന്ന്. ഒന്ന് ഷർട്ട് ഇട്ടേ. എന്റെ ഫ്രണ്ട് ഈ ഷർട്ട് എടുത്തിട്ട് പെട്ടെന്ന് ഇട്. ലൈവിലേക്ക് ഇട്. സ്വാഗതം മുത്തേ, കേറി വായോ. ഹായ് ചേച്ചി പൊന്ന, സുഖമാണോ? ചായ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ഇല്ലല്ലോ. വിളിക്കുന്നത്. ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഏയ് എന്റെ പായസത്തിന്റെ നല്ലേടാ മുന്തിരി 5 മുള ഇട്ടിട്ട് ഞാൻ പോകില്ല. ഇന്നലെ സംശയിച്ചേച്ച് ഇറങ്ങി പോയതാ. റോഷൻ ബ്രോ ഹായ് ഹായ് ഹായ്, ലൈവിലേക്ക് സ്വാഗതം. വരത്തില്ല. അതന്നെ ഒന്ന് പാടി ചേച്ചി പൊന്ന, നോക്കട്ടെ കൊള്ളാമോന്നാ. അത് പാടി നോക്കട്ടെ എന്ന് കൊള്ളാമോന്ന്. കാതിൽ തേൻ മഴയായി. ഇല്ല. എടാ ഈ പാട്ടറിയാവോ? കുറച്ചും കൂടി സൗമ്യ ഈ പാട്ടറിയാവോ? തെന്നൽ വന്നതും അറിയാവോ? നോക്കട്ടെ. ഞാൻ ലിറിക്സ് ഇട്ട് തരാം. ഇട്. ഇവിടെ നോക്കട്ടെ. ഒരാള് റിക്വസ്റ്റ് ചെയ്ത എടാ പാട്ടാണ്. എടാ ഞാൻ എന്തിനാ തന്നെ കാണാൻ വന്നേന്നറിയോ? എടാ ഇപ്പം പാട്ട് പാടിയ കോപ്പിറൈറ്റ് കിട്ടും പോലും. ഒരു പാട്ടും ടുഗദർ. പാടാൻ പാടില്ല അത് പോലും. നമ്മുടെ ബിന്ദു ചേച്ചി പറഞ്ഞതല്ലേ? ആ അതെ. ഇന്നലെ ഇവിടെ വന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ എനിക്കിപ്പോഴും വരാറുണ്ട് ചില പാട്ടിന്റെ കോപ്പിറൈറ്റ്. ഉം, ഉം, പക്ഷെ എന്താണെന്നറിയാമോ, നമ്മൾ ചില പാട്ടിന്റെ ഉള്ളു. ചില പാട്ട് പാടി കഴിയുമ്പോൾ നമ്മൾ പബ്ലിക് ആക്കുന്നതിന് മുന്നേ ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെ. അത് അൺലിസ്റ്റഡ് ആവുമല്ലോ. സോറി, പ്രൈവറ്റ് ആവുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഉം, പബ്ലിക് ആക്കണ്ടേ. പബ്ലിക് ആക്കുന്നതിന് മുന്നേ കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് മ്യൂട്ട് അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് വിട്ടാൽ മതി. ഉം. സെറ്റ് ആവുന്നില്ല ഏട്ടാ. സെറ്റ് ആവുന്ന നേരത്തിന് ഞാൻ ഒന്നീ കമന്റ് ഓടിച്ച് വായിക്കാവേ. വായിക്ക്. ചേച്ചി പാടിക്കോ, ഞങ്ങൾ കേക്കട്ടെ എന്ന് പറയുന്നുണ്ട് കൃഷ്ണ. അവിടെ സെഡ് ഹായ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. എടാ ഹായ് ഓപ്ഷൻ ഉണ്ടോ അവിടെ താഴെ? കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ലടാ. അവർക്ക് കാണത്തില്ല. ജോ ഞാൻ പറഞ്ഞ പാട്ടിൽ ലിറിക്സ് കൊടുത്തു. സോളെ ലൈവിലേക്ക് സ്വാഗതം ചക്കര. എല്ലാരും കയറിയായോ കേട്ടോ. ഈ ബ്യൂട്ടിഫുൾ സോൾമി ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പാടും. എനിക്ക് വയ്യാത്തോണ്ട് ഇന്നലത്തെ ലൈവിന്റെ ഇതെനിക്ക് ഇടാൻ പറ്റിയില്ല. ഇന്ന് ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണും. ഇന്നലെ പുള്ളിക്കാരി കയറിയായിരുന്നു, നന്നായിട്ട് പാടി. എല്ലാരും അതിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാരും ഒന്ന് പോയി കാണണേ. ഞാൻ കണ്ടു, ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞു ദേവി കേട്ടോ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞത് കൃഷ്ണ. ഇന്ന് പാടുമോന്ന് ചോദിക്കുന്നുണ്ട് അഞ്ചു. ഫുൾ കോമഡി ആണെന്ന്. അതെ, പെട്ടെന്ന് പാട്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേണം. അഭിയും പാടാൻ കയറണമല്ലോ. സന്തോഷം. ശരിയായില്ല, കുറച്ചുകൂടി. ഇളം തെന്നൽ വന്നു കണം കഥയല്ലോ തെന്നൽ വന്നതും പൂവുലഞ്ഞുവോ പൂവുലഞ്ഞതും ഇളം തെന്നൽ മെല്ലെ വന്നുവോ കണം കഥയല്ലോ. ഞാന് മെല്ലെ പാടുന്നത്. ഇതുണ്ടല്ലോ, എക്കോ ഈ അടിക്കുന്നു പഠിച്ചിട്ടല്ലേ? സിസ്റ്റം ഇവിടുന്ന് മാറ്റണം. ആ ഞാൻ ഈ അതാണ്. സെറ്റപ്പ് അതിന്റെ അടുത്ത് ആ സർക്കിളിൽ വരാൻ പാടില്ല. ഇത് അപ്പുറം കൊണ്ടുവെക്കണം. ഇത് ഇവിടെ ഇരിക്കണം. അത് എന്നാലേ ഒരു എത്രയാടാ ക്രമം വരും. വാങ്ങിച്ചത് ആ സംഭവത്തിന്? ഇത് 12,000 രൂപ. ഒരു 8 വർഷം, കല്യാണം കഴിഞ്ഞ വർഷം മേടിച്ചതാ. എടാ അങ്ങനെ കോപ്പിറൈറ്റ് അടിക്കാനാണെങ്കിൽ ഇവിടെ അത് മാത്രം മ്യൂസിക്കില് രാത്രി ഒറിജിനൽ അതിന്റെ കരോക്കെ ഇട്ട് മ്യൂസിക് ഇടുന്ന ചാനലുകളുണ്ട്. അവർക്ക് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ ഞാൻ പറയാം, ഞാന് കണ്ടതാണേ, ഒരാള് പറയുന്ന വീഡിയോ കണ്ടതാ. ഈ പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാലേ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് നമുക്ക് കിട്ടും. അതിൽ സെർച്ച് ചെയ്താൽ മതി, കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് കിട്ടും. ഞാൻ കേട്ടതാ പറയണത്. പക്ഷെ എനിക്കത് സെർച്ച് ചെയ്യാനൊന്നും അറിയത്തില്ല. ഇവർ ഇതിനൊന്നും മെനക്കെടുമില്ല, എന്റെ ഭ്രാന്തിനൊന്നും മെനക്കെടുമില്ല. അല്ല, നമുക്ക് അതുകൊണ്ട് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലേ, നമ്മള് പബ്ലിക് ആക്കുന്നതിന് മുന്നേ നമ്മളെ കാണിക്കും. എനിക്ക് അങ്ങനെ ഒത്തിരി പാട്ടിന് വന്നിട്ടുണ്ട്. ഓ പ്രിയേ എന്നുള്ള പാട്ടിന് വന്നിട്ടുണ്ട്. വൈശാഖ സന്ധ്യ വന്നു. പിന്നെ ഏതാ, പിന്നെ കാബൂളിവാല നാടോടി, അങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് വന്നു. അപ്പൊ എന്നാ ഞാൻ ആ ഭാഗം ഒന്നിൽ ട്രിം ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഇറേസ് ചെയ്യും. മീൻസ് സൗണ്ട് ഒന്നും കേൾക്കില്ല. എന്നിട്ടാണ് ഞാൻ പബ്ലിക് ആക്കുന്നത്. അങ്ങനെ കോപ്പിറൈറ്റ് പണ്ട് മുതലേ വരുന്നുണ്ട്. ഉണ്ട്. ഞാൻ തുടങ്ങിയ നാൾ മുതലേ ഉണ്ട്. മൈക്ക് ഒഴിവാക്കി പാടുകയാണ് ചേച്ചി ഇത്തിരി കൂടി കൊള്ളാമായിരുന്നു പറയുന്നുണ്ട്. അത് അതേതാ ഞാൻ